എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ RK. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കെനോണിൻ്റെ EOS 77D എന്ന ക്യാമറയാണ്. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ക്യാമറയോടൊപ്പം തന്നെ നമുക്ക് ഒരു ബാഗും 16 GB മെമ്മറി കാർഡും പിന്നെ നമുക്ക് ഓൺലൈനിൽ 100 GB ഒരു ക്ലൗഡ് സ്റ്റോറേജും കൂടി ലഭിക്കുന്നുണ്ട് ഇതിനോടൊപ്പം. അപ്പോൾ ഇതാണ് ബാഗ്. ഈ ബാഗ് കാണാൻ നല്ല ഭംഗിയുള്ള ബാഗ് തന്നെയാണ്. അപ്പോൾ വരൂ നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കാണുന്നത് ഫ്രീ ആയിട്ടൊരു മെമ്മറി കാർഡാണ് 16 GB. പിന്നീട് വാറണ്ടി കടലാസാണ് കാണാൻ കഴിയുന്നത്. മാനുവൽ വീണ്ടും ഒരു മാനുവൽ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഒരു ഫോട്ടോഗ്രാഫി ട്രെയിനിങ്ങിൻ്റെ വൗച്ചറുണ്ട്. പിന്നീട് കാണാൻ കഴിയുന്നത് ബാറ്ററി, പിന്നെ ലെൻസ്, പിന്നെ അതിൻ്റെ ചാർജർ, ക്യാമറ, പിന്നെ നെക്ക് ബാൻഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഈ ക്യാമറയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 45 ഫോക്കസ് പോയിൻ്റാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഡയറക്റ്റ് ആക്സസ് കൺട്രോൾ, ഡ്യുവൽ പിക്സൽ ആർട്ട് ഓഫ് എക്സോ ഇൻ ലൈൻ വ്യൂ, ഗുഡ് ഇമേജ് ക്വാളിറ്റി, നല്ല ഹാൻഡ് ഗ്രിപ്പൊക്കെയാണ് ഈ ക്യാമറ. പക്ഷെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്മാൾ വ്യൂ ഫൈൻഡറാണ്. പിന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറവാണ് താരതമ്യേന. പിന്നെ 1050 മെഗാ പിക്സൽ, ഇന്നത്തെ കാലത്ത് 1050 മെഗാ പിക്സൽ വീഡിയോ റെസൊല്യൂഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു ഓൾഡ് ഏജ് സ്റ്റൈലാണ്. ഇപ്പോൾ 4K ആണ് എല്ലാ ക്യാമറകളും തരുന്നത് തന്നെ. നമ്മൾ ഇതിനകത്ത് ലെൻസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫിംഗർ ആ മിററിനകത്ത് ടച്ച് ചെയ്യാതെ സൂക്ഷിക്കണം. ഇപ്പോൾ ബാറ്ററി ഇതാണ്, ബാറ്ററിൻ്റെ പോർട്ടാണ്. ഇതിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ വൈഫൈ ഉണ്ട്, NFC ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, പക്ഷേ GPS ഇല്ല. പിന്നെ മൈക്രോഫോൺ ജാക്ക് ഉണ്ട്, ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. അപ്പോൾ ഈ ക്യാമറ ഞാൻ വാങ്ങിച്ചതിൽ സംതൃപ്തനാണ്. എന്തെന്നാൽ ഇത് ഉപയോഗിച്ച് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ ക്യാമറയെക്കുറിച്ച് കൂടുതൽ. അപ്പോൾ കൂടുതൽ ഈ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഇമേജ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാം.